അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യ മനസ്സിന് ശാന്തിയും സമാധാനവും അതിലുപരി ആത്മീയ പദവിയും ലഭിക്കാൻ നിദാനമാകുന്ന സുവർണപാതയാണ് പ്രാർത്ഥന. അനശ്വര റഹ്മത്തിനുടമയായ അല്ലാഹുവിനോട് ഭയഭക്തിയിൽ കുതിർന്ന് കരമുയർത്തുന്നത് മുഅ്മിനിന്റെ മനസ്സിലെ അടിയുറച്ച വിശ്വാസമാസത്തിന്റെ ഫലമാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ കുതിർന്ന നിമിഷത്തിൽ പവിത്രത കൽപ്പിക്കുന്നുണ്ടെങ്കിലും ഇസ്ലാം പ്രാർത്ഥനയ്ക്ക് ചില കണിശതകളും ചിട്ടകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പൂർണ്ണഭക്തിയോടെ ഉത്തരം പ്രതീക്ഷിച്ച് തന്റെ പ്രയാസങ്ങൾ ഏകനായ അല്ലാഹുവിലേക്ക് അവതരിപ്പിക്കുക എന്നത് അതിൽ പ്രധാനമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ മകൻ ജനിച്ചതും യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് രക്ഷ നേടിയതും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ആരോഗ്യവും സമ്പാദ്യവും തിരിച്ചു ലഭിച്ചതും മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാമിനെ പ്രിയതമയെ കണ്ടെത്താനായതും ആശയും ആഗ്രഹവും മുറിയാത്ത പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അതുപോലെ മനുഷ്യൻ മരിക്കുന്നതോടെ എല്ലാം തീർന്നു എന്ന് നാം വിശ്വസിക്കുന്നില്ല. മരിച്ചവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും മറ്റു സൽക്കർമ്മങ്ങളും ഫലപ്രദമാണെന്നവർക്കു വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അവരുടെ ഖബറിൽ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും നിരവധി ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ചരിത്രത്തിന്റെ ഉള്ളറകൾ പരിശോധിക്കുമ്പോൾ 4 അംഗമുള്ള കുടുംബത്തിന്റെ ഒരു ചരിത്രമുണ്ട്. പിതാവിന്റെ വിയോഗം 3 പെൺമക്കളെയും വല്ലാതെ അലോസരപ്പെടുത്തി. ജീവിതത്തിൽ പല അപാകതകളും തെറ്റുകളും വന്നുപോയ പിതാവിന്റെ പാരത്രിക ജീവിതത്തെക്കുറിച്ചായിരുന്നു അവരുടെ ആശങ്ക. അദ്ദേഹത്തിന് പൂർണ്ണമായ മോക്ഷം ലഭിക്കണമെങ്കിൽ മക്കളുടെ പ്രാർത്ഥന അനിവാര്യമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. രാത്രി സമയമായാൽ അവർ 3 പേരും വീട്ടിൽ നിന്നിറങ്ങി പിതാവിന്റെ ഖബർ സന്ദർശിക്കും. പിതാവിന് സലാം പറഞ്ഞ് മനസ്സുരുകി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. സന്താനങ്ങൾ ഒരു പിതാവിന് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു ബാധ്യത കൂടിയാണ് പ്രാർത്ഥന. പിന്നീട് ചരിത്രത്തിൽ ഒരു പണ്ഡിതന്റെ സ്വപ്നദർശനത്തിലൂടെ ആ പിതാവ് പാരത്രിക ജീവിതം വിജയകരമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് കാണാം. ലോകസൃഷ്ടാവ് മനുഷ്യനെ അവന്റെ കരുണ ചൊരിയുന്നതും മനുഷ്യകുലം അല്ലാഹുവിനോട് ചോദിക്കുന്നതും പുണ്യസൽക്കർമ്മമാണ്. മെയ്യും മനസ്സുമൊരുകി താഴ്മയോടെ ഒരു ഉത്തമ അടിമയായി മാറുകയാണ് നാം ചെയ്യേണ്ടത്. മരിച്ചുപോയവരുടെ ശാന്തിക്കു വേണ്ടിയും ദുആ ഗുണം ചെയ്യും. അത് അവർക്ക് ചെയ്യുന്ന കർമ്മങ്ങളിൽ മുഖ്യമാണ്. നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിൻഗാമികളെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണന്മാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.